ഒരുപാട് ഡിഗ്രി ഡിപ്ലോമ കോഴ്സസ് അവൈലബിൾ ആണ്. അതിൽ നിന്ന് നമ്മളുടെ ഈ ട്രേഡിംഗ് കോഴ്സസ് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? അതെ, ട്രേഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ സ്കിൽ ബിസിനസ് എന്ന് വേണമെങ്കിൽ നമ്മൾ ട്രേഡിംഗ് എന്ന് പറയാം. വൺസ് ഈ സ്കില്ല് നമ്മൾ അക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഏർണിംഗ് പൊട്ടൻഷ്യൽ വെച്ചാൽ വളരെ വളരെ വലുതാണ്. ഇന്നത്തെ ന്യൂ ജനറേഷൻ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഒരു സ്കിൽ ഓറിയൻറ്റഡാണ്. ആരും ഒരു 9 to 5 ജോബോ ഒരു കോർപ്പറേറ്റ് ലൈഫോ ആഗ്രഹിക്കുന്നവർ. എല്ലാവരും ഒരു ബിസിനസ് ഓറിയൻറ്റഡ്, ബിസിനസ് ചെയ്യുക, മില്യൻസ് ഗെയിൻ ചെയ്യുക, ആ ഒരു പോയിന്റ് ഓഫ് വ്യൂലാണ് എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് ട്രേഡിംഗ് എന്ന ബിസിനസ്സിൽ കടന്നു വന്നു കഴിഞ്ഞാൽ ഏർണിംഗ് പൊട്ടൻഷ്യൽ വളരെ വലുതാണ്. അവർക്ക് പെട്ടെന്ന് സ്കെയിൽ ചെയ്യാൻ, അവരുടെ സ്റ്റാർട്ടപ്പ് ഫൗണ്ട് ചെയ്യാനും പെട്ടെന്ന് ഈസിയാണ് ഈ ഒരു ട്രേഡിംഗ് എന്ന ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ. പക്ഷെ ഇതിൽ തന്നെ നല്ലൊരു വിഭാഗം ആൾക്കാരുണ്ട്, ഒരു റിസ്ക് എടുക്കാനോ ഒരു ബിസിനസ്സിലോട്ട് പോകാനോ താല്പര്യമില്ലാത്തവർ. അവർക്ക് ഈ ഫീൽഡിൽ വന്ന എന്തൊക്കെ ജോലി സാധ്യതകളാണ് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത്? ഒരു വർക്ക് ലൈഫിലേക്ക് പോകുമ്പോൾ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഈ ഒരു ഫീൽഡിലുണ്ട്. അതായത് ഒരു കോർപ്പറേറ്റ് ലൈഫിലേക്ക് പോകുന്ന സമയത്ത് ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് കമ്പനീസ് ഉണ്ട്, ബ്രോക്കിംഗ് ഫേംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അനലിസ്റ്റ് ആയിട്ട് കയറാൻ പറ്റും, റിസർച്ച് ആയി കയറാം, അല്ലെങ്കിൽ ആൽഗോ ആയിട്ട് കയറാൻ പറ്റും. പിന്നെ ഇതിലെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അങ്ങനെ വർക്ക് ലൈഫിൽ പോയാൽ വളരെ വലിയ ഓപ്പർച്യൂണിറ്റി, മാസീവ് ആയിട്ടുള്ളൊരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് തന്നെ ഉണ്ട്. അപ്പൊ എല്ലാവരും ഈ കോഴ്സ് പഠിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഡിപ്പെൻസ് ആണ്. ഓരോരുത്തരുടെ മൈൻഡ് സെറ്റിനെ വെച്ച് നമുക്ക് മാറിക്കൊണ്ടിരിക്കും. നമുക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ വളരെ വലുതാണ്. നമുക്ക് ഫൈനാൻഷ്യൽ ഗ്രോത്ത് പെട്ടെന്ന് ഗെയിൻ ചെയ്യാം, നല്ലൊരു എന്താ പറയുക, ഒരു പെട്ടെന്ന് നമുക്ക് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റും, നമ്മുടെ ബിസിനസ് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ എല്ലാവരും പഠിക്കേണ്ട വേറൊരു കാര്യമാണ് ഈ പേഴ്സണൽ ഫൈനാൻസ് ഉള്ളത്. നമ്മുടെ സ്വന്തം പോക്കറ്റിൽ കിടക്കുന്ന പൈസ എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് എല്ലാവരും പഠിച്ചിരിക്കണം. ഇത് നമ്മുടെ സ്കൂൾ ലൈഫോ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒന്നും പഠിപ്പിക്കുന്നില്ല.